സീരിയൽ പ്രേക്ഷകർക്ക് ഏറെ ചിരപരിചിതമായ മുഖമാണ് അനുമോളുടേത്. അനുമോളുടെ സ്വതസിദ്ധമായ നിഷ്കളങ്കമായ ചിരിയും സംസാരവുമെല്ലാം മലയാളികൾക്ക് ഏറെ ഇഷ്ടമാണ്. ഇപ്പോഴിതാ ഒരു സോഷ്യൽ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ അനുമോൾ തൻ്റെ ജീവിതത്തെക്കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചും വിവാഹ സങ്കല്പങ്ങളെക്കുറിച്ചും മറ്റും തുറന്നു പറഞ്ഞിരിക്കുകയാണ്. പങ്കാളിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അനുമോൾ പറഞ്ഞിരിക്കുന്നത് നല്ല മനുഷ്യനായിരിക്കണം എന്നാണ്. തൻ്റെ ജീവിതത്തിലെ സന്തോഷങ്ങളും വിജയങ്ങളും കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങളും പിണക്കങ്ങളുമെല്ലാം അയാളുടേതു കൂടി ആകണം. തിരിച്ചും അങ്ങനെയായിരിക്കും. ഭർത്താവ് എന്നതിലുപരി ബെസ്റ്റ് ഫ്രണ്ട് ഫോർ ലൈഫാണ് തനിക്കേറെ ഇഷ്ടമെന്നും സീരിയൽ രംഗത്തെ ഈ സുന്ദരിക്കുട്ടി പറഞ്ഞു വെക്കുന്നു. സ്ത്രീധനം വേണമെന്ന് പറയുന്ന വ്യക്തിയെയോ കുടുംബത്തെയോ അംഗീകരിക്കാനാവില്ല. വിവാഹാലോചന വരുമ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങൾ പറയും. പൂർണ്ണമായും ചേർന്ന് നിൽക്കാൻ പറ്റുമെന്ന് തോന്നിയാൽ മാത്രം മുന്നോട്ട് പോയാൽ മതിയല്ലോ. തന്നെ സംബന്ധിച്ച് വിവാഹം എന്നത് ലൈഫ് ടൈം പ്രോമിസാണ്. അങ്ങനെയൊരു ജീവിതം കിട്ടണേ എന്നാണ് തൻ്റെ പ്രാർത്ഥനയെന്നും അനുമോൾ പറയുന്നു. ഒപ്പം വളരെ വിചിത്രമായി തൻ്റെ ജീവിതത്തിൽ തുടർച്ചയായി കാണുന്ന ഒരു സ്വപ്നത്തെക്കുറിച്ചും അനുമോൾ പറയുന്നുണ്ട്. ചുവന്ന പട്ടുസാരി ഉടുത്ത് നിറയെ മുല്ലപ്പൂ ചൂടി കഴുത്തിലൊരു പാലയ്ക്കാമാലയും കാശുമാലയും അണിഞ്ഞ് കാതിൽ ജിമിക്കയും കയ്യിൽ വളകളുമിട്ട് ഒരുങ്ങി കതിർ മണ്ഡപത്തിലേക്ക് കയറുന്ന തന്നെ താൻ പലപ്പോഴും സ്വപ്നം കാണാറുണ്ട് എന്നാണ് അനുമോൾ പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് സാരിയുടെ നിറം മാറുന്നുണ്ട് എന്നുവതൊഴിച്ചു നിർത്തിയാൽ ആ സ്വപ്നത്തിന് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവാറില്ലെന്നും സ്വതസിദ്ധമായ ചിരിയോടുകൂടി അനുമോൾ പറയുന്നു. ഇത്രയേറെ സ്വപ്നം കാണുന്ന ആൾ വിവാഹ ആഘോഷങ്ങളെക്കുറിച്ചും പ്ലാൻ ചെയ്തിട്ടുണ്ടാകുമല്ലോ എന്ന ചോദ്യത്തിന് കല്യാണം കളറാക്കണമെന്നായിരുന്നു കുറച്ചു കാലം മുൻപ് വരെ. ഹൽദി, മെഹന്തി, സംഗീത് അങ്ങനെയൊരു ആഘോഷമായിരുന്നു മനസ്സിൽ. പക്വത വന്നതുകൊണ്ടാണോ എന്നറിയില്ല, ആഡംബര വിവാഹം വേണ്ടെന്നാണ് ഇപ്പോഴത്തെ തോന്നൽ എന്ന് പറയുന്നു അനുമോൾ. ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സാക്ഷിയാക്കി അമ്പലത്തിൽ താലികെട്ട്, വിവാഹശേഷം എല്ലാവർക്കുമായി ചെറിയൊരു വിരുന്ന്, അത്രയും ലളിതമായി തൻ്റെ വിവാഹ ജീവിതം ആരംഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാണ് ഇപ്പോൾ അനുമോൾ പറയുന്നത്. അനുമോളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു സ്വന്തമായി ഒരു വീട്. ആര്യനാട് ചേരാപ്പള്ളിയിലാണ് അനുമോൾ ജനിച്ചു വളർന്നത്. സീരിയലിൽ സജീവമായപ്പോഴാണ് നഗരത്തിലേക്ക് കൂടുതലായി യാത്ര ചെയ്യുന്നതും. അന്നൊക്കെ തിരുവനന്തപുരം സിറ്റിയിൽ വാടകയ്ക്കെങ്കിലും ഒരു വീടുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്നു. ആ പ്രാർത്ഥനകൾക്ക് പത്മനാഭസ്വാമി തന്ന മറുപടിയാണ് ദേവാമൃതം എന്ന തിരുവനന്തപുരത്തെ വീടെന്നാണ് അനുമോൾ പറയുന്നത്. സഹോദരി അഖിലയുമായി അനുമോൾ ചേർന്ന് വെച്ച വീടാണ്. വീടിന് പുറമെ കുറച്ച് വസ്തുവും വാങ്ങി. ആര്യനാടുള്ള വീടും തങ്ങൾക്കേറെ പ്രിയപ്പെട്ടതാണ്. അച്ഛനും അമ്മയ്ക്കുമുള്ള സമ്മാനമായി അത് പുതുക്കി പണിത് നൽകുകയും ചെയ്തുവെന്നും അനുമോൾ പറയുന്നു. ചെറുപ്പം മുതൽ തന്നെ സ്വന്തം അധ്വാനത്തിലൂടെ ജീവിതം കെട്ടിപ്പിടിക്കിയ പെൺകുട്ടിയായിരുന്നു അനു. സ്കൂളിൽ പഠിക്കുമ്പോഴേ ചേച്ചിയും അനുവും ട്യൂഷൻ എടുക്കുമായിരുന്നു. 50-100 രൂപയായി കിട്ടുന്ന ഫീസായിരുന്നു ആദ്യ വരുമാനം. തങ്ങളുടെ ആവശ്യങ്ങൾ നടത്തി മിച്ചം പൈസ അമ്മയെ ഏൽപ്പിക്കും. പണം ചിലവാക്കുന്നതിന് മുൻപ് ഇന്നും 2 വട്ടം ആലോചിക്കും. സീരിയലിൽ അഭിനയിച്ചു തുടങ്ങിയ കാലത്തും ട്യൂഷൻ എടുത്തിരുന്നുവെന്നും അനുമോൾ പറയുന്നു. സ്റ്റേജ് ഷോകളും സീരിയലും ഒക്കെ ചെയ്യുമ്പോൾ നല്ല ഡ്രസ്സ് വേണം. അന്ന് സ്പോൺസർമാരൊന്നുമില്ല. തുണിയെടുത്ത് തയ്ക്കണമെങ്കിൽ നല്ലൊരു തുകയാക്കും. അതുകൊണ്ട് തന്നെ യൂട്യൂബ് നോക്കി തയ്യൽ പഠിച്ചു. സീരിയലിൽ തിരക്കാകും വരെ തൻ്റെ ഉടുപ്പുകളെല്ലാം താൻ തന്നെയാണ് തുന്നിയിരുന്നതെന്നും അനുമോൾ പറയുന്നു. അനുവിന് ആദ്യമായി സീരിയലിൽ അവസരം കിട്ടുന്നത് അനുവിൻ്റെ ചേച്ചിയുടെ ഭർത്താവ് മഹേഷിന്റെ സുഹൃത്തായ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ശങ്കർലാൽ വഴിയാണ്. മഴവിൽ മനോരമയിലെ അനിയത്തിയാണ് അഭിനയിച്ച ആദ്യ സീരിയൽ. ഒരു ദിവസം മാത്രമാണ് ഷൂട്ടുണ്ടായിരുന്നത്. പല ഷൂട്ടുകളിലായി 10 എപ്പിസോഡിൽ താനുണ്ടായിരുന്നു. അനിയത്തിക്ക് ശേഷം ഒരുപാട് സീരിയലുകളിലും കുഞ്ഞു കുഞ്ഞു അവസരങ്ങൾ കിട്ടി. കൂടുതലും അനിയത്തി റോളാണ്. എന്നെങ്കിലും നായികയാകാൻ സാധിക്കുമോ എന്നോർത്ത് വിഷമിച്ചിട്ടുണ്ടെന്നും അനുമോൾ പറയുന്നു. സീരിയലിൽ അഭിനയിക്കുന്നതിനിടെ സിനിമകളിലേക്ക് ക്ഷണം വന്നിട്ടുണ്ടായിരുന്നുവെങ്കിലും തിരക്ക് കാരണം പോകാൻ സാധിച്ചില്ല. എത്ര വലുതാണ് നിരസിച്ചതെന്ന് തിരിച്ചറിയുന്നത് വൈകിയാണ്. എങ്കിലും തിങ്കൾ മുതൽ വെള്ളി വരെ, കല്യാണം, മഹേഷും മാരുതിയും തുടങ്ങിയ ചെറിയ സിനിമകളിൽ ചില വേഷങ്ങൾ ചെയ്തു. നല്ല അവസരങ്ങൾ വന്നാൽ ഉറപ്പായും അഭിനയിക്കും. വളരെ അടുപ്പമുള്ളവരുടെ ചില സ്നേഹപ്പാരകൾ മൂലം നഷ്ടപ്പെട്ട അവസരങ്ങളെക്കുറിച്ചും അനുമോൾ പറയുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക് 24 ന്യൂസ് മലയാളം.